കേരള നിയമസഭ ഇന്നേ വരെ കാണാത്ത കാര്യങ്ങളാണ് സഭയിൽ ഇന്ന് നടന്നത്. ചോദ്യോത്തരവേളയിൽ തന്നെ സ്പീക്കറോട് കയർക്കുകയായിരുന്നു പ്രതിപക്ഷം. സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ മറിച്ച് സ്പീക്കറെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ പെരുമാറ്റം. മലപ്പുറം വിഷയം അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ വി.ഡി. സതീശൻ പ്ലേറ്റ് മാറ്റി. സത്യത്തിൽ സതീശൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ച നടത്താമെന്ന് പറയുന്നു. മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒന്നും മറക്കാനില്ലാത്തതുകൊണ്ട് തന്നെ CM ചർച്ചയ്ക്ക് തയ്യാറായി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നിലപാടായിരുന്നു കൗതുകകരം. അനാവശ്യ പ്രതിഷേധമുയർത്തി അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്നും പ്രതിപക്ഷം ഒളിച്ചോടിപ്പോകുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഷീജ നൽകും സഭയുടെ വിശേഷങ്ങളിലെ വിശദാംശങ്ങൾ. ഇന്ന് നിയമസഭയിലുണ്ടായ സംഭവ വികാസങ്ങളെ രണ്ടായി തന്നെ തരംതിരിച്ചു പറയേണ്ടിയിരിക്കുന്നു. അതായത് ആദ്യം ചോദ്യോത്തര വേളയിൽ സഭാ സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയിൽ രംഗത്ത് വരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് നക്ഷത്ര ചിഹ്നമിട്ട് ചോദിക്കാനായി കൊടുത്ത ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി ആണ് അനുവദിച്ചത് എന്നതിലുള്ള പ്രതിഷേധവുമായിട്ടാണ് രംഗത്തെത്തിയത്. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടത് ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ വന്നത് നക്ഷത്ര ചിഹ്നമിട്ട 30 ചോദ്യങ്ങളാണ്. അതിൽ 7 ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെതായിട്ട് ഉള്ളതായിരുന്നു. ആദ്യത്തെ ചോദ്യവും പ്രതിപക്ഷത്തിൻ്റേത് തന്നെയായിരുന്നു. പക്ഷേ ഈ അവസരം ഒന്നും വിനിയോഗിക്കാതെയാണ് ഇത്തരത്തിൽ അനാവശ്യമായി വിവാദമുണ്ടാക്കി, അതും ചോദ്യോത്തരവേള പോലെ നിർണായകമായ ചർച്ചകൾ നടക്കുന്ന ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു പോകുന്നത്. അതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയത്തിലേക്ക്, അതായത് ശൂന്യവേളയിലേക്ക് കടക്കുന്നത്. സഭ ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷം തിരിച്ച് സഭയിൽ തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അടിയന്തര പ്രമേയ വിഷയം പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രി മറുപടി പറയാനായി എഴുന്നേൽക്കുന്നു. മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ അടിയന്തര സ്വഭാവമുണ്ട്, അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഇതിൽ ചർച്ചയാകാം എന്നുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് സഭയിൽ. പക്ഷേ ഇത് പ്രതിപക്ഷത്തെ ആകെ വെട്ടിലാക്കി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ട കാഴ്ച. കാരണം പിന്നീട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ സാധിക്കാത്തൊരു അങ്കലാപ്പിലേക്ക് പ്രതിപക്ഷം പോകുന്നതായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ മലപ്പുറം വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷം തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ അസാധാരണ രീതിയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് പോലെ തന്നെ കൊണ്ടുവന്ന് അതിൽ പ്രതിഷേധമൊക്കെ ഉയർത്തി ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് നേടാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പ്രതിപക്ഷം. പക്ഷേ അത് ആകെ പാളുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ന് നിയമസഭയിൽ. പിന്നീട് ആണ് പ്രതിപക്ഷത്തിൻ്റെ തീർത്തും നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നടന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രിയും അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് പിന്നീട് വി.ഡി. സതീശൻ എഴുന്നേൽക്കുന്നത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണാൻ സാധിച്ചത് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ഉള്ള പ്രതിഷേധമായിരുന്നു. അത് പരിധി വിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു കണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ വലിച്ചു കെട്ടുന്നു. അതിനൊപ്പം തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള MLA രുടെ ഭാഗത്ത് നിന്നാണ് അത്തരത്തിലൊരു നീക്കം നടന്നത്. സ്പീക്കർക്ക് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോൾ പോലും സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിന്റെ പൂർണ്ണ ശക്തമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ ഇരുന്നുകൊണ്ട് സഭാ നടപടികൾ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഏതായാലും ഇതിൽ നിന്നും പ്രതിപക്ഷം, അതായത് സ്വയം അവർ തന്നെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ വിഷയം അത് സഭയിൽ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നൊരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ഉണ്ടായത് എന്നുള്ളതിൽ സംശയം. കാരണം അവർ തന്നെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സർക്കാർ നിലപാടെടുക്കുമ്പോൾ പക്ഷേ അത് അംഗീകരിക്കാതെ ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷത്തിനെയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം, പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ മന്ത്രിമാർ അടക്കം രംഗത്ത് വന്നു. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അവർ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദങ്ങൾ അതെല്ലാം പൊള്ളയായ വാദങ്ങളാണ്. സർക്കാർ കൃത്യമായ രീതിയിൽ അതിൻ്റെ വസ്തുതയടക്കം പുറത്തു കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം സർക്കാരിനുണ്ടാകും, അല്ലെങ്കിൽ ഭരണപക്ഷത്തിനുണ്ടാകും എന്നുള്ളത് പ്രതിപക്ഷത്തിന് കൃത്യമായ രീതിയിൽ അറിയാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ചർച്ചയിലേക്ക് കടക്കാതെ അവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭ സ്തംഭിപ്പിക്കുന്നതിലേക്ക് കടന്നത്. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഇനിയിപ്പോൾ നാളെ നിയമസഭ ചേരുമ്പോഴും ഈ വിഷയത്തിന്റെ അലയൊലികൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല.